555 ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന വ്യക്തികളിലേക്ക് ഈ റീഡിംഗ് ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയാനും മറക്കരുത്. അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട് കമന്റ് ബോക്സിൽ. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ആ ഒരു എന്താ പറയാ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഈ വ്യക്തി വിവരക്കേടുകൾ പ്രവർത്തിച്ചത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സ് നിറയെ വെറുപ്പും പകയും ആയിരിക്കുമെന്ന് ഈ വ്യക്തി വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജിയാണ് നമ്മൾ റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഉറപ്പായിട്ടും ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പൊ എന്ത് സിറ്റുവേഷനിലൂടെയാണ് ഈ ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും അതിന് പരിപൂർണമായിട്ടുള്ള തെറ്റ് ഈ വ്യക്തിയുടേതായിരിക്കാം. ഇപ്പൊ ഈ പേഴ്സൺ അനാവശ്യമായിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാക്കിയെടുത്തത് കൊണ്ടും അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഫ്രണ്ട്സ് ആയിരിക്കാം, കൊളീഗ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, അങ്ങനെ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷനിലൂടെ, അതായത് ഈ റിലേഷൻഷിപ്പ് നിന്ന് പോയിട്ടുള്ളത് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലേക്കോ ബ്രേക്കപ്പിലേക്കോ പോയിട്ടുള്ളത് ഒരിക്കലും നിങ്ങളുടെ തെറ്റല്ല. ഈ പേഴ്സന്റെ മാത്രം തെറ്റാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ആപ്റ്റ് ആകുന്നതായിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ പോലും അറിയാതെയാണ് ഈ റിലേഷൻഷിപ്പ് നിന്ന് പോയിട്ടുള്ളത് എന്നൊക്കെ പറയില്ലേ. അപ്പൊ ആ ഒരു അവസ്ഥയാണ് നിങ്ങൾക്കും ഉള്ളതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാം. അത്യാവശ്യം വിശദീകരിച്ച് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അവസാനം 2 ലവ് മെസ്സേജസും എടുത്തിട്ടുണ്ട്, ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് മെയിൻ ആയിട്ടുള്ളൊരു 3 എനർജിയാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ, 3 കാർഡ്സ്. അത് നമുക്ക് അവസാനം എടുക്കാം. ആദ്യം ഈ ഒരു സെറ്റ് എടുക്കാം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പേഴ്സൻ്റെതായിട്ടുള്ള ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഗേള്, ഒരു ലേഡി ഇങ്ങനെ നിന്നിട്ട് അയൺ ബോക്സിൽ തുണി തേച്ചുകൊണ്ടിരിക്കുകയാണ്, തുണി നന്നായിട്ട് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ പോലും ഇവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് അത്രയും അധികം ഒരു പശ്ചാത്താപം നിറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സാഹചര്യത്തിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും ഏതൊക്കെ കാര്യങ്ങളിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതെങ്കിലും ആ കാര്യത്തിൽ പരിപൂർണമായിട്ടും സന്തോഷമായിട്ടും ജോലി ചെയ്യാനും അത് കംപ്ലീറ്റ് ആക്കാനും ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം വളരെയധികം പശ്ചാത്താപത്തോട് കൂടിയാണ്, ഗിൽറ്റ് ഫീൽ ചെയ്തിട്ടാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നിലും ഒരു തൃപ്തിയും സന്തോഷവും പരിപൂർണതയും കൊണ്ടുവരാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അത് തീർത്തും ഈ വ്യക്തിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള തെറ്റുകൾ കൊണ്ട് മാത്രമാണ് അത്തരം ഒരു ചിന്താഗതി ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നത്, അല്ലേ? അപ്പൊ നമ്മളൊരു പേഴ്സണലി ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കവിടെ പശ്ചാത്താപം ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ മസ്റ്റ് ആയിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കാര്യത്തിൽ ഉറപ്പായിട്ടും ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ വിവരക്കേടുകളായിരിക്കാം, മണ്ടത്തരങ്ങളായിരിക്കാം, എടുത്തുചാട്ടമായിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ഈ പേഴ്സൺ ഇപ്പൊ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു നിശബ്ദതയാണ്. അതിനോടൊപ്പം തന്നെ പശ്ചാത്താപമാണ്. ഓക്കെ, അതായത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്നുള്ള ആ ഒരു കാര്യം ചിന്തിച്ചിട്ടുള്ള ഒരു അസ്വസ്ഥതയാണ് ഈ പേഴ്സണെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ റിജക്ഷൻ ആണ്. ഉറപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട്, അത്രമാത്രം നിങ്ങൾ വിഷമിച്ചിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ സത്യാവസ്ഥ, നിങ്ങളുടെ ഒരു മനസ്സ് അറിയാനായിട്ടും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടില്ല. ഈ പേഴ്സൺ എപ്പോഴും മറ്റുള്ളവർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഒരു പക്ഷേ ഈ വ്യക്തി എന്തെങ്കിലും കഴിവുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ നന്നായിട്ട് പാട്ട് പാടുകയോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് പെയിന്റ് ചെയ്യുക, പടം വരക്കുകയോ, ചിത്രരചന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കഴിവൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവര് ഈ പേഴ്സണെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഈ പേഴ്സൺ ഒരു സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ നന്നായിട്ട് പാട്ട് പാടുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ തീർച്ചയായിട്ടും മറ്റുള്ളവര് ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ
നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഈ പേഴ്സണെ ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാർ വേറെയുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ ഫ്രണ്ട്സ്, ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ മുന്നിലൊക്കെ ഈ പേഴ്സൺ വലിയൊരു സ്റ്റാർ ആയിരിക്കാം, കൊളീഗ്സിന്റെ മുന്നിൽ, റിലേറ്റീവ്സിന്റെ മുന്നിൽ ചിലപ്പോൾ ഈ പേഴ്സണ് നന്നായിട്ട് പണം, സാമ്പത്തികപരമായിട്ടൊക്കെ ഉയർച്ച ഉള്ള വ്യക്തിയായിരിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ അവർക്കൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കുകയും പ്രവർത്തിക്കുകയുമാണ് ഈ പേഴ്സൺ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ മാത്രമേ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. ഈ വ്യക്തി വളരെയധികം ചിന്താകുലമായിട്ടിരിക്കുകയാണ്. അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ വളരെയധികം നിഗൂഢമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ മറ്റുള്ളവർ ഈ പേഴ്സണോട് ചോദിക്കുന്നുണ്ടാകാം, നീ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നീ ഇപ്പൊ ആബ്സെന്റ് മൈൻഡഡ് ആണല്ലോ, യാതൊരു തരത്തിലും ഒരു ആക്റ്റീവ് കാണിക്കുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ പോലും ഈ പേഴ്സണോട് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം. ആ ഒരു ലെവലിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ചിന്തകൾക്കാണ് ഇപ്പോൾ ഈ പേഴ്സൺ ചിന്തകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സൺ പോലും അറിയുന്നില്ല ചിന്തിക്കുന്നത്. പല കാര്യങ്ങളും ചെയ്തു വരുമ്പോൾ ചിന്തകൾ ഈ പേഴ്സണെ എന്താണ് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബിറ്റർ സ്വീറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു കൈപ്പേറിയ മധുരമായിട്ടാണ് നിൽക്കുന്നത്. കാരണം വളരെയധികം മധുരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം, വളരെയധികം രുചികരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ അത് എപ്പോഴൊക്കെയോ കയ്പായി പോയി. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കയ്പ് വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ ആ ഒരു എടുത്തുചാട്ടം തന്നെയാണ്. അത് മറ്റു പലവരുടെയും സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി നിങ്ങളെ, ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളതും തകർത്ത് കളഞ്ഞിട്ടുള്ളതും ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ചില പ്രവർത്തികൾ മൂലം കൊണ്ട് തന്നെയാണ്. ഓക്കെ, ഈ വ്യക്തിയുടെ ആ ഒരു പ്രവൃത്തികൾ കൊണ്ട് മാത്രമാണ് നിങ്ങൾ അത്രയും തകർന്നു പോയിട്ടുള്ളത്. അല്ലാതെ ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തായിക്കോട്ടെ, തേർഡ് പാർട്ടി നിങ്ങളുടെ അടുത്ത് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഉപദ്രവിച്ചോട്ടെ, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതൊക്കെ നിങ്ങൾ ഈ ഒരു ചെവി കൂടി കേട്ടിട്ട് മറ്റേ ചെവി കൂടെ കളയുമായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ തകർത്തെറിയപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്ക് ഡൗൺ ആക്കി കളഞ്ഞിട്ടുള്ളത്, ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആക്കി കളഞ്ഞിട്ടുള്ളത് ഈ പേഴ്സന്റെ പ്രവൃത്തികൾ കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ പേഴ്സന്റെ മുന്നിലാണ് നിങ്ങൾ തോറ്റുപോയത്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മുന്നിലാണ് നിങ്ങൾ അത്രയും വെറുത്തു പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ പേഴ്സണോട് ഇപ്പൊ വെറുപ്പും പകയും ഒക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ സ്നേഹമുണ്ട്, സ്നേഹം അവിടെ തന്നെ ഉണ്ട്, അത് ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്നും എടുത്തു മാറ്റാനായിട്ട് സാധിക്കില്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ ഒരു വാശിയും വൈരാഗ്യവും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നു. യെസ്, ട്രിക്കറിയാണ്. അതായത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അധികം ബുദ്ധിമുട്ടാതെ നേടിയെടുക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സക്സസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള മറ്റാരെങ്കിലും ഈ പേഴ്സൺ തേടിപ്പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എക്സ് ബാക്ക് സിറ്റുവേഷൻ ആയിരിക്കാം, മുൻ കാമുകനോ കാമുകിയോ തിരിച്ചു വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ തിരിച്ചു വന്നിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ പരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളെ അതിനൊരു കരുവാക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള, സാമ്പത്തികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഈ പേഴ്സൺ നിങ്ങളായിട്ട് ഈ ഒരു കണക്ഷൻ വെച്ചിട്ടുണ്ടാകാം. അങ്ങനെ എന്തൊക്കെയോ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ കൈ നനയാതെ മീനെ പിടിക്കണം എന്നൊക്കെ പറയുന്ന പോലെ കഷ്ടപ്പെടാതെ എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന് ഈ പേഴ്സൺ വിചാരിച്ചു. പക്ഷെ അത് ഈ പേഴ്സണെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത് മറ്റാരൊക്കെയോ ആണ്. ഈ പേഴ്സന്റെ സ്വന്തം ബുദ്ധി മാത്രമല്ല, അതായത് ഈ പേഴ്സന് ധൈര്യം കൊടുത്ത് ഈ പേഴ്സനെ വഴി തെറ്റിച്ചിട്ടുള്ള വേറെ ആരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം സ്നേഹമാണോ ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത്, അതിന്റെ ഒരു മഹത്വം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ഈ വ്യക്തി മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ഈ വ്യക്തി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് നേടിയെടുക്കണം എന്ന് ആഗ്രഹിച്ചു, പക്ഷെ അത് നടന്നില്ല. എല്ലാം അങ്ങോട്ട് തകർന്നു പോയി എന്നാണ് കാണിക്കുന്നത്. അവസാനം കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി ഈ വ്യക്തി മാത്രമായി തീർന്നു. കൂടെ നിന്നവരും വന്നവരും പോയവരൊന്നും അവരൊക്കെ അവരവരുടെ വഴിക്ക് പോയി, അവരൊക്കെ അവരുടെ ജീവിതത്തിലോട്ട് പോയി. ഈ പേഴ്സൺ ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ആൻഡ് ഓൾസോ മെയിൻ ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് നോക്കാം. ഗോസിപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഒരു പക്ഷേ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും എൻഗേജ്മെന്റ് കഴിഞ്ഞ ആൾക്കാരായിരിക്കാം, വിവാഹത്തിലേക്ക് കടക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ എൻഗേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇവിടെ
നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ഗോസിപ്പ് എനർജി ആയിട്ടാണ് വരുന്നത്. മറ്റുള്ളവര് ഇല്ലാക്കഥകൾ ഉണ്ടാക്കിയെടുക്കുകയും അത് ഈ പേഴ്സന്റെ ചെവിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചെവിയിലോ എത്തിച്ചേർന്നിട്ടുണ്ടാകണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഇനി കേൾക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഈ റിലേഷൻഷിപ്പ് തകർന്നു പോകണം എന്ന് ആഗ്രഹിച്ചവരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇന്ന് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഇത് ഈ പേഴ്സൺ വേറെ ആരെയും സ്വീകരിക്കില്ല, നിങ്ങളല്ലാതെ വേറെ ആരെയും സ്വീകരിക്കില്ല. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ കമ്മിറ്റ്മെന്റിലേക്ക് പോകാൻ പോയ നിങ്ങൾ വളരെയധികം തകർത്തെറിയപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അത് കണ്ട് സന്തോഷിക്കുന്നവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നവരും ഉത്സാഹിക്കുന്നവരും അങ്ങനെ ഒരു പ്രകമ്പനം കൊള്ളുന്നവരെയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് മേ ബി നിങ്ങളുടെ റിലേറ്റീവ്സ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ശത്രുക്കളുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഗോസിപ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് ഒരു വശം നടക്കുന്നുണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് തന്നെയാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളെ നോക്കി ചിരിക്കുന്നവരായിരിക്കാം മാറി നിന്നുകൊണ്ട് നിങ്ങളെ പറ്റിയിട്ട് അപവാദം പറഞ്ഞുണ്ടാക്കുന്നത്. റിക്കവറിയാണ്, അതായത് ഉറപ്പായിട്ടും ഈ പേഴ്സണ് ഈ റിലേഷൻഷിപ്പിന്റെ താക്കോല് നഷ്ടപ്പെട്ടു പോയിരിക്കുകയായിരുന്നു. കാരണം നമുക്കൊരു താഴ് തുറക്കണമെങ്കിൽ താക്കോൽ കൂട്ടം വേണം അല്ലേ? അപ്പൊ ആ ഒരു താക്കോല് ഈ റിലേഷൻഷിപ്പിന്റെ താക്കോല് ഈ പേഴ്സന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി എന്നാണ് കാണിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സൺ അത്രമേൽ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ മനസ്സ് അത്രമേൽ പവിത്രതയോട് കൂടി ഈ പേഴ്സന്റെ കൈകളിൽ കൊടുത്തതാണ്. ആ ഒരു ഹൃദയം കൊടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്നേഹത്തെയാണ്. അപ്പൊ അത്രയും സേഫ് ആയിട്ടാണ് നിങ്ങൾ ഈ പേഴ്സന്റെ കയ്യിൽ അത് ഏൽപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അത് ഈ പേഴ്സന് സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ആ ഒരു ഹൃദയത്തിന്റെ താക്കോൽ ഈ പേഴ്സന് സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അത് കളഞ്ഞു പോയിരിക്കുന്നു. അതായത് നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്, സ്വന്തം പേരില് സ്വന്തമായിട്ട് അധ്വാനിച്ച് പണിതുണ്ടാക്കിയ ഒരു വീടുണ്ട്. പക്ഷെ ആ വീട് തുറക്കണമെങ്കിൽ താക്കോല് വേണമല്ലോ. ആ താക്കോല് നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീടിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, നമ്മൾ പുറത്ത് കിടക്കും അല്ലേ? പുറത്ത് കിടക്കും. അപ്പൊ എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സന് നിങ്ങളെന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ഈ പേഴ്സന്റേത് മാത്രമാണ്. പക്ഷെ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു കാര്യം അതാണ് ഈ പേഴ്സൺ കളഞ്ഞ് നശിപ്പിച്ചത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കിട്ടണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അതായത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണം. ഓക്കെ, സോൾമേറ്റ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ്. പലവർക്കും സോൾമേറ്റ് ആണ്. ഇതിലൂടെ നിങ്ങളുടെ തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. പലർക്കും അതിന്റെ ലക്ഷണങ്ങൾ, അതിന്റെ അടയാളങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങൾ തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാകണം, അല്ലെങ്കിൽ അതിന്റെ മെഡിറ്റേഷനോ അഫർമേഷൻസോ ചെയ്യുന്നുണ്ടാകണം, അല്ലെങ്കിൽ ഓൾറെഡി നാച്ചുറലി അത് ആക്ടിവേഷൻ ചെയ്യുന്നുണ്ടാകണം. ഓക്കെ, അതിൻ്റെതായിട്ടുള്ള അടയാളങ്ങൾ, സിഗ്നൽസ് ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി ലഭിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളൊരു ടാരോ റീഡർ അല്ലെങ്കിൽ റേക്കി ഹീലർ അല്ലെങ്കിൽ അങ്ങനെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ കൂടുതൽ എന്താ പറയാ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അങ്ങനത്തെ ചില സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, എല്ലാത്തിനുപരി നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് സോൾമേറ്റ് കണക്ഷൻ ആണ്. അപ്പോൾ സോള് രണ്ടും വളരെയധികം കണക്റ്റഡ് ആണ്. ചില വ്യക്തികൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും രണ്ടുപേരും രണ്ട് ദിക്കുകളിലേക്ക് പോയി എന്ന് മാത്രം. പക്ഷെ ഈ പേഴ്സന്റെ ഹൃദയം അത് നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. നിങ്ങളുടെ ആ ഒരു രണ്ടു പേരുടെ ഹൃദയങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു കണക്ഷൻ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? യെസ്, തേർഡ് പാർട്ടി, ദർ വർ അതർ തിങ്സ് ദാറ്റ് കോട്ട് ഇൻ ദ വേ ഓഫ് us being together. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഈ പേഴ്സൺ നിങ്ങളോട് പറയാണ്, നമ്മൾ രണ്ടുപേരും നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ അനാവശ്യമായിട്ടുള്ള ആൾക്കാർ വന്നു, അത് വേറെ വഴിയിലേക്ക് നമ്മളെ കൊണ്ടുവിട്ടു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചത് ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഒരു സക്സസ് ആയിരിക്കാം, ഒരു എൻഗേജ്മെന്റ് ആയിരിക്കാം, മാരേജ് ആയിരിക്കാം. പക്ഷെ അതൊന്നും നടന്നില്ല. കഴിഞ്ഞു വന്നപ്പോൾ എന്താണ്, ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിനെ കുറിച്ചാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. സോൾ കോൺട്രാക്ട് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സോൾ കണക്ഷൻ ആണ്, സോൾ കോൺട്രാക്ട് ആണ്. ദ ലെസൺസ് ഐ ലേൺ ഫ്രം us വിൽ നെവർ ബി ഫോർഗറ്റൻ. നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ പഠിച്ചിട്ടുള്ള പല പാഠങ്ങളും ഈ വ്യക്തി ജീവിതത്തിൽ ജന്മം കൊണ്ടാലും മറക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാഠം കൂടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ഒരു പാഠം ഈ പേഴ്സൺ പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും. ഓക്കെ, അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു കണക്ഷനും കൂടിയാണ്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ആങ്സൈറ്റി, ഭയങ്കര ആശങ്ക കാണിക്കുന്നുണ്ട്. എനിമീസ്, ശത്രുക്കള്,
ട്രസ്റ്റ് ഇഷ്യൂസ്, വിശ്വാസ പ്രശ്നങ്ങൾ, തേർഡ് പാർട്ടി, യെസ്. ഫീലിംഗ് ഓൾവേസ് ഗിൽറ്റി, യെസ്, കുറ്റബോധം. ഓവർ കെയറിങ്, ഓവർ എക്സ്പെക്ടേഷൻ, നല്ല രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പേഴ്സൺ അത് റിക്കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാം. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, കോൾ ചെയ്യണ്ട. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.